കനക വൈകുന്നേരം പറഞ്ഞ ബർത്ത്ഡേ കാര്യം മറന്നില്ല. അതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? പിന്നെ ഞാൻ എന്ത് ആവശ്യം ഉണ്ടായാലും നിങ്ങളുടെ വീട്ടിൽ വന്നതിൽ പങ്കെടുക്കണല്ലേ. പിന്നെ എനിക്കൊരാവശ്യം വരുമ്പോൾ എനിക്ക് അതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ പിടിക്കാം. അതേ, ക്ലീറ്റസിനോടും അമ്മാവനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് നടക്ക്. ക്ലീറ്റസിനോടും അമ്മാവനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലീറ്റസിനോടും പറഞ്ഞു കഴിഞ്ഞാ അവനോടെങ്ങാനും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കമന്നടിച്ച് വീഴും. അതേ, അലമ്പാക്കും. അതൊന്നും കുഴപ്പമില്ലെന്ന്. എല്ലപ്പോഴും അല്ലേ, ഞാനങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. എൻ്റെ ബർത്ത്ഡേ ഒന്നും ഓർമ്മയില്ല. പിന്നെ ഈ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് നോക്കിയിട്ടാണ് അങ്ങോട്ട് പറഞ്ഞത്. അതെ, എൻ്റെ വീട്ടിൽ ഈ വക പരിപാടിയൊന്നും നടക്കൂല. ഞാൻ അൻസാറിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ നമുക്ക് ഇരിക്കാം. അവൻ ക്ലീറ്റസിനായിട്ട് അങ്ങോട്ട് വന്നോളും. അമ്മാവനും വരും. അമ്മാവനോട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അമ്മാവനില്ലാതെ ഈ പരിപാടി ഉണ്ട്. അമ്മാവനാണ് എന്നെ എപ്പോഴും ഇളക്കണ. നിന്നെ കൊണ്ട് പൈസ ചെലവാക്കിക്കൊന്നും പറഞ്ഞിട്ട്. അതേ, എന്തായാലും ഒരെണ്ണം നടക്കട്ടെ. നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് കുറേ കാലമായില്ല. വലിയ ആർഭാടം ആക്കണില്ല. എന്നാലും അൻസാറിനോട് ഞാൻ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അലമ്പായി പോവാതെ നോക്കണം. അതാണ് ആ ക്ലീറ്റസ് ആണെങ്കിൽ ആകെ പ്രശ്നമാണ്. അവൻ എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മുടെ കൂടെ അല്ലേന്ന് അവനെന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ്? നമുക്ക് എന്തായാലും എന്തായാലും നിയന്ത്രിക്കാമല്ല. നീ ഇത് എന്ത് ഭാവിച്ചാടോ? എന്തിനാ 5 മണിക്ക് വരാൻ പറഞ്ഞ്? ഇരുട്ടായിട്ടേ തുടങ്ങുള്ളൂ. അപ്പൊ വിളിച്ചാ പോരെ? അല്ലാതെ ഇത് എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത്? അതെ അമ്മാവാ, ഞാൻ വരണം. അതെങ്ങനെ ശരിയാവും? ഇന്ന് അവന്റെ ഫാസിലിന്റെ ബർത്ത്ഡേ ആയിട്ട് അവൻ വരാതെ കുപ്പി ഓടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതല്ലെന്ന് ഇതിൽ നിന്ന് ഒരു സലാഡ് എടുത്ത് കഴിക്കാൻ പോണു. എത്രയെന്ന് പറഞ്ഞ് മനുഷ്യ ഇത് വെച്ചോട് നോക്കിക്കൊണ്ടിരിക്കണേ. അത് നീ എടുത്തോ, ഞാൻ ഒരെണ്ണം എടുക്കുവാണ്. ഇവൻ എന്ത് പരിപാടിയാണ് ഇവന്മാർ കാണിക്കണേ? ഇത് കഴി ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ്. ഇരുന്നിരുന്നും ഒരു ഉപകാരം ഇപ്പോഴാണ് അവനെ കൊണ്ടുണ്ടായ. അതിനും സമയത്ത് വരൂലെന്ന് പറഞ്ഞോ. അവൻ കറക്റ്റ് 5 മണിക്ക് വരാമെന്ന് പറഞ്ഞേ. വല്ല പോസ്റ്റിലും കയറി ഇരിക്കുമായിരിക്കും. ഇപ്പൊ വരും. ഒന്ന് സമാധാനപ്പെടും. എടാ, ഞാനൊരു വലിയ മീറ്റിംഗും കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഈ വീട്ടിൽ ആൾ താമസമൊന്നുമില്ലേ? ഇവിടെ ആരും ഇല്ലെന്നേ. എന്നാ പിന്നെ ഇത് വല്ലവർക്കും വാടകയ്ക്ക് കൊടുത്തുവിടാ. ഉമ്മ സമ്മതിക്കൂലെന്നൊന്നിനും വാടക കൊടുക്കാൻ. അമ്മാവ, എന്നെ പോലെ ഒരു പ്രമുഖനൊക്കെ വല്ലപ്പോഴും രഹസ്യമായിട്ട് വന്നിരുന്ന് 2 കഴിക്കണ സ്ഥലം. അതിനെ കൂടെ നശിപ്പിച്ചോണോ ഇനി? അത് ശരി. അപ്പൊ എന്റെ കൂതറടിക്കൽ മുഴുവൻ ഇവിടെ വന്നിരുന്നിട്ടല്ലേ? ഇതിനെങ്കിലും സമയത്ത് വന്നുകൂടെടാ. എത്ര സമയമായി? പരിപാടികളുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തിരക്കുടിച്ചു. കരിമ്പിക്കാട്ടിൽ ആനയെ കൊണ്ട് നിർത്തിയിട്ട് തിന്നരുത് എന്ന് പറഞ്ഞ അവസ്ഥയല്ല. അതെങ്ങനെ ശരിയാവുന്നത്? നിന്റെ നീ വരാതെ അടിക്കാൻ പറ്റുമോ? ഞാനേ MLA ആയിട്ടുള്ള ഒരു മീറ്റിംഗ് കളഞ്ഞിട്ടാ വന്നത്. അതൊക്കെ പോട്ടെ, നീ ഞങ്ങളുടെ പരിപാടി നീ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അങ്ങനെ കൃത്യമായിട്ടൊന്നുമില്ല. ഞാൻ എല്ലായിടത്തും വന്നു കുടിക്കല്ലേ. ഒരു ദിവസം ഇതായിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ പിറന്നാളൊന്നുമായിട്ടല്ല. അല്ല, എത്രാമത്തെ പിറന്നാളാ നിന്റെ? 45 വയസ്സായിന്ന്. പിറന്നാൾ എത്രയാണെന്ന് അറിയണ്ട. കുപ്പി കിട്ടിയില്ലേ? അല്ലെ, അവന് എങ്ങനെ വയസ്സൂടെ കൂടി. അതിന് വേറൊരു കാര്യം, കഴിക്കണതിന് മുമ്പേ എന്നോട് പറയാണ് ആവശ്യത്തിനുള്ള മാത്രം കഴിച്ചാൽ മതി. ഇന്ന് വഴക്കില്ല. അല്ല, അതെന്താണ് പിന്നെ ഈ തുടക്കത്തിലെ ഇങ്ങനെ ഒരു കല്ലുകടി? ഞാൻ പറയുന്നത് കുറച്ചേ കഴിക്കാവൂ. കുറച്ചേ കഴിക്കാവൂ. പാകത്തിനുള്ള മാത്രമേ കഴിക്കാവൂ. നിങ്ങൾ തരുന്നതേ ഞാൻ കഴിക്കുന്നു. അല്ല, ഇപ്പൊ നമ്മൾ എന്തിനു വന്നതാ? ഒരു മണി ചൊറിയണ വർത്താനം കാണിക്കരുത്. നീ 5 മണിക്ക് വരാൻ പറഞ്ഞു. 2-3 മണിക്കൂർ. ഇതൊക്കെ രാവിലെ ഉറക്കൊഴിക്കുമ്പോ ഇന്ന് എവിടെ പാർട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ടീം ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ അമ്മാവൻ ഇല്ല. ഞാൻ ഒഴിച്ചോളാം. ഞാൻ ഒഴിച്ചോളൂ. അമ്മാവൻ കഴിച്ചിട്ട് ഇവിടെ നിൽക്കുവോ അതോ ഞങ്ങളുടെ കൂടെ വരുമോ അതോ നേരെ അമ്മാവന്റെ വീട്ടിൽ പോകും? ഞാൻ എന്റെ വീട്ടിൽ പോകും. അതെ, അമ്മാവനെ വീട്ടിൽ പോകും. സ്കൂട്ടർ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ കിടക്കാൻ കണക്കിനാ വന്നേക്കണം. ഇടുക്ക്. എടാ, ഞങ്ങളുടെ പിറന്നാളൊക്കെ ആണെങ്കിൽ ചിലയിടത്ത് ഈ മറ്റേ വെജിറ്റേറിയൻ മാത്രമേ ഉണ്ടാവും. ഇത് നിങ്ങളുടെ പിറന്നാളല്ലേ? വല്ല ചിക്കനോ മട്ടനൊക്കെ അമ്മാവ ഇത് വാങ്ങിയ 2 മണിക്കൂറായിട്ട് കാത്തിരിക്കുക. നീ ഞാൻ ഒഴിച്ചാലേ കുടിക്കോളൂ. അവൻ ഒഴിക്കൂന്ന്. അങ്ങനെ പാടില്ലല്ലോ. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഇത്ര ദൂരത്ത് തന്നെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ നിങ്ങൾ ചർച്ച നടത്തുകൊണ്ടിരിക്കും. ഒഴിക്ക്. അത് നടക്കില്ല. ഇല്ല, ഗീറ്റോ നീ അവിടെ വെക്ക്. അല്ല, ചെല്ലനോടത്തോളം ചെല്ലട്ട്. പിന്നെ അതിന് ബാക്കി മതിയല്ലോ. പിന്നെ എത്രയെന്ന് പറഞ്ഞ ഇതിങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്ക്. നീ എന്ത് കളിക്കുന്ന ഒഴിക്കാന്ന് പറഞ്ഞില്ലേ? നീ ഇങ്ങനെ ആർത്തി പിടിക്കണ എന്തിനാണ്? സമയല്ലേ, നേരത്തെ വീട്ടിലെത്തണ്ടേ? അമ്മനോട് ഞാൻ വേറെന്തൊരു കാര്യം പറയാൻ നടന്നല്ലോ. അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഇത് ഒഴിക്ക്. ഒഴിക്കടാ.
അത് എന്റെ പിന്നെ പെണ്ണാള്. എന്താ നമ്മൾ പറഞ്ഞത്? അല്ലേ, അത് ആരെങ്കിലും നമ്മള് മറ്റേ പോസ്റ്റിൽ കയറി നിൽക്കുമ്പോഴല്ലേ രമണി ചേച്ചി അതിന്റെ താഴത്തു കൂടി പോയത്. അതെ, നിങ്ങൾ പഴംപുരാണം പറഞ്ഞിരിക്കുക. അല്ല നിങ്ങൾ കഥ പറഞ്ഞിട്ടല്ല അപ്പൊ അമ്മാവനെ കണ്ടോന്ന് ചോദിച്ചു. ഒരു കാര്യം നിങ്ങൾ കഥ പറഞ്ഞിട്ട് വിളിക്കും ഞാൻ ഇല്ല, 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 ഇല്ല. എന്താണ് പിന്നെ ഒരുമാതിരി നീ അവിടെ ഇരിക്ക്. അമ്മാവാ എന്റെ ഒരു പരിപാടിയല്ലേ, ക്ഷമിക്ക്. അതെ, ആരും സംസാരിക്കരുത്. കല്യാണി എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യന്റെ മുകളിൽ ഇനി ഒരെണ്ണം കഴിച്ചിട്ട് കഴിച്ചിട്ടാവും. കല്യാണിന്റെ കാര്യം പറഞ്ഞപ്പോ സ്പീഡ് കണ്ട. എന്താണ് ഈ റോഡ് ടാർ ചെയ്യാൻ ഈ സർക്കാരിന് ടാർ ചെയ്തില്ലെങ്കിൽ നമ്മളെ ഇവിടെ സമരം ഉണ്ടാക്കൂടെ, സമരം ഉണ്ടാക്കൂടെ. എന്നെ ഇറങ്ങാൻ പറഞ്ഞില്ല, എന്നെ ഇറങ്ങാൻ വിടളിയാ എന്നെ പഠിപ്പില്ലേ, പഠിപ്പിച്ച പൈസ നമ്മളാളിത്. പൈസ വണ്ടി വിട്ടോ പോടാ, പൈസ കൊണ്ടേടാ, പൈസ അടി വിട്ടോ, ആളെ കാണാടാ. കളിക്കാതെ കളിക്കരുത്. പ്രിയമുള്ളവര്, നമ്മൾ ഇന്ന് ഇവിടെ ഈ ധർമ്മ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ ക്ഷണിച്ചത്. നീ പ്രസംഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിന്റെ തൊലക്ക് ഞാൻ അടിച്ചു വീഴും. മര്യാദക്ക് ഞാൻ പറയണത് നടന്നോ, വീട്ടിൽ പോ. നീ എന്നെ നടത്താൻ പഠിപ്പിക്കരുത്. മര്യാദക്ക് എന്നെ നിന്റെ സംസാരം നീ ആദ്യം ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. നീ എവിടായിരുന്നു? എവിടെയായിരുന്നു? ഓഫീസില്. ഓഫീസിൽ നിന്ന് വരാൻ ഇത്ര താമസം എന്താ? കുറച്ച് താമസിച്ചു, ജോലി തിരക്ക് കൂടുതലാണ്. എന്ത് ജോലി? ജോലി തിരക്ക് കൂടുതലാണ്. എന്ത് ജോലിന്ന്? ഞാൻ എന്ത് ജോലിക്കാ പോണ തന്നെ? എന്താ ആട്ടോ? എന്താ ആട്ടോ? ആട്ടോ ഒന്ന് ഫാസിലിന്റെ ബർത്ത്ഡേ, അതുകൊണ്ട് വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ കേക്കണ്ടേ, ഈ എളിയൻ ഒരൊറ്റ ഒരുത്തൻ കാരനാണ് ഇപ്പുള്ള ഈ ആട്ടോ. ഞാൻ നിന്റെ ആരാ കനക? ഞാൻ നിന്റെ ആരാന്ന്? ഞാൻ നിന്റെ ആരാ അത് നീ പറ. നീ എന്റെ കൂടപ്പിറപ്പാന്ന് ഞാൻ വിചാരിച്ചിരുന്നേ. അങ്ങനെ തന്നെ എന്റെ വിചാരം. എന്നിട്ട് നീ എന്താടാ എന്നോട് ഇങ്ങനെ കാണിക്കണേ? ഞാൻ നിന്നോട് എന്താ കാണിച്ചത് അത് പറ. ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? എന്താണ്? ഞാൻ എങ്ങനെ ജീവിക്കണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? നിനക്ക് എന്താ ഇവിടെ ഒരു കുഴപ്പം? ഒരു കുറവുമില്ലല്ലോ, നല്ല സുഖമായിട്ട് ജീവിക്കാ ഞാൻ. അല്ലേ? ഈ പുഴുങ്ങിയ പഴം പോലത്തെ മനുഷ്യനെ കൊണ്ടുപോയിട്ട് എന്തിനാടാ ഇങ്ങനെ മൂക്ക് മുട്ട കുടിപ്പിക്കണേ? ആര് കുടിപ്പിച്ചു? നീ. ഞാനോ? കഴിഞ്ഞ ആഴ്ച വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന മനുഷ്യനാ. വാളിയാ വാളിയാ വാളിയാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയതേ തുടങ്ങി കൊടുത്തു. ഇപ്പൊ അളിയനാണോ കള്ളുടിയെ ഞാനാണോ കള്ളുടിയെന്ന് അറിയണമെങ്കിൽ ഇതപ്പ ചോദിച്ചു. ആര് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ പരിപാടി ഉണ്ടായത്? ക്ലീറ്റ് ആരുടെ കൂടെ പോയത് ഇവിടുന്ന്? ക്ലീറ്റ് ആരുടെ കൂടെ പോയതെന്ന്? അളിയ ഒരു പ്രശ്നമില്ല, അളിയൊരു പ്രശ്നമില്ല. എടുത്തിട്ട് ഓടി നിന്റെ തന്തേനെ. ഡാഡിക്ക് ഒരു കുഴപ്പമില്ല. നീ കാണണം. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ 100 വട്ടം ഞാൻ പറഞ്ഞതാണ് അവനോട് വേണ്ടാന്ന്. കള്ളം അളിയ കള്ളം പോലെ അതെന്താ? അളിയ ഇഷ്ടംപോലെ കുടിച്ചോ, ഒരു കുഴപ്പമില്ല, അളിയെല്ലാം പോയിക്കൊള്ളാം. ഞാൻ പറഞ്ഞതാണ്. തങ്കം ഇവിടെ തക്കിളിക്കുട്ടി ഉണ്ട്, തക്കിളിമോളുണ്ട്, പിന്നെ തങ്കത്തിന് അത് വിഷമാവും. 100 വട്ടം പറയാണ്, കേക്കണ്ടേ? 24 മണിക്കൂറും രണ്ടുപേരും തമ്മിൽ അടിയാ. കുടിക്കാൻ മാത്രം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക്. എന്റെ അച്ഛനുണ്ടായിരുന്നു, എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ആ ഭാഗ്യം നമുക്കില്ലാതെ പോയല്ലേ. അച്ഛൻ്റെ ഇവിടെ ഒന്നുമില്ല. ഇനിയിപ്പോ നമ്മൾ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വന്നത് വന്നു. ഇനിയിപ്പോ വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇനി വഴക്കാവും വക്കാണാവും. എന്തിനായാലും നിൽക്കണത്? ആ വിളിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കിടത്തി ഉറക്കുക, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അല്ല പിന്നെ നിനക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടെന്നാണ് എന്റെ വിചാരം. വന്നേങ്ങോട്ട് ഇവിടെ വരും. നടക്കാൻ. നീ എന്തെങ്കിലും നോക്കണത്? നോക്കി പേടിപ്പിക്കണ. അയ്യോ, ഞാനൊന്നും കണ്ട് കൊതി തീർന്നാ നടക്കാൻ. ഞാൻ മറ്റേ അതെടുത്തു. ആ പോന്നെ ഫുഡ് കഴിച്ചോ? കൊച്ചു ഭക്ഷണം കഴിച്ചില്ല. അയ്യോ, കൊച്ചിന് എന്ത് കരുതല? ഭക്ഷണം കഴിച്ചില്ല. പിന്നെ ചോദിക്കണ്ടേ ചായ? എഴുന്നേറ്റ് പോ. നിന്നോടൊന്നും സ്നേഹമില്ല നിന്റെ അച്ഛനെ. എഴുന്നേക്ക്. കൊച്ചിനെ അങ്ങനെ പറയും പഠിപ്പില്ലടി. നിങ്ങൾ അവളെ
ഫുഡ് കഴിച്ചില്ല. ഞാൻ തരാം ഞാൻ. അവൻ ഫുഡ് കഴിച്ചില്ല. ഇവിടുന്നൊക്കെ കൊണ്ട് നാല് കോലം ഒന്ന് നിക്കാം. ഞാൻ ഫുഡ് ചെരുപ്പിട്. പിടി തങ്കം, ഞാൻ ഒന്നുമില്ലെന്ന് എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ നിങ്ങൾക്ക് ഒന്ന് കൊന്നു തരാമോ? അതിനെന്തെങ്കിലും തരണോ ഞാൻ? ഇരിക്കണോണ്ടാണ്. നിങ്ങൾക്ക് എന്തിന്റെ കുറവുണ്ട് ക്ലീറ്റോ ഈ വീട്ടില്? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയണോ? ഒരു കാര്യം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യോ? ഒരു വേലയ്ക്ക് പോവോ, ഒരു പണിക്ക് പോവോ? ഒരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ തോന്നിയാസത്തിന് നിങ്ങൾ നടക്കണില്ലേ? ഞാൻ സത്യത്തില് നിങ്ങള് സത്യത്തില് ഈ കുടിക്കണ കാശുണ്ടെങ്കിൽ ഇന്നാടി ഒരു 100 രൂപ എന്ന് പറഞ്ഞ ഈ കുടുംബത്തോട് കൊണ്ട് തന്നെ എനിക്കതൊരു ഉപകാരല്ലേ? ബർത്ത്ഡേ പൈസ നിങ്ങൾക്ക് മാത്രം എന്നും ബർത്ത്ഡേ എന്നും കല്യാണം. ഞാൻ ഇവിടെ ഇങ്ങനെ നരകിക്കാൻ വേണ്ടിട്ട് ഞാൻ അളിയൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് മതി. നിങ്ങള് അവരെന്നിട്ട് നല്ല അന്തസ്സായിട്ട് നിൽപ്പണ്ടല്ലോ. നാണാവൂല്ലേ ക്ലീറ്റോ? നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ? നിങ്ങളുടെ അണികൾ ഇത് കണ്ടാലോ? എന്തിനാ പതുക്കാക്കട്ടെ? എല്ലാരും കേക്കട്ടെ. ഒരു മോള് 10 കൊല്ലം കഴിഞ്ഞ അവളെ കെട്ടിക്കേണ്ട സമയാവും. എവിടെ നിർത്തി കെട്ടിക്കും നിങ്ങള്? നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾക്ക് ആ വിചാരം ഉണ്ടോ? അവളിതൊക്കെ കണ്ടല്ലേ പഠിക്കണേ? നാളെ അവളുടെ കെട്ടിയാൻ ഇങ്ങനെ കിടന്ന് കള്ളു കുടിച്ച് കൂത്താടണമെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾക്ക് ആ മനുഷ്യനോട് പറയാൻ എന്തെങ്കിലും ഉണ്ടാവോ? കള്ളും കുടിച്ച് കൂത്താടി വന്നേക്കണ്. ഇനി നിങ്ങളെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ. മുത്ത് നിങ്ങൾ ഇങ്ങനെ വെറുതെ പഞ്ചാര വാക്ക് പറഞ്ഞിട്ട് മയക്കുക. നിങ്ങളെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്നതല്ലേ ഞാൻ. എന്തെങ്കിലും സമാധാനം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേ പറഞ്ഞു എനിക്ക് ഒഴിച്ച് തരലേ. നിങ്ങളുടെ കണ്ണീർ എനിക്ക് കാണണ്ട. പറ, ഇനി കുടിക്കോ നിങ്ങള്? ഇനി കുടിക്കോന്ന് സത്യം ചെയ്. എന്റെ തലേ തൊട്ട് സത്യം ചെയ്. എന്റെ തലേ തൊട്ട് സത്യം ചെയ്യാൻ. എന്താ വേണ്ട? സത്യം. ഇനി ഞാൻ കുടിക്കില്ല. സത്യം. നിങ്ങൾ കുടിക്കൂല എന്നല്ല. നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങരുത് പുറത്ത്. പാർട്ടിക്കാരൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കണ്ടോളൂ. നിങ്ങൾ ഇനി എന്റെ കണ്ണുമെട്ടത്ത് തന്നെ ഉണ്ടായിക്കൊള്ളണം. ഒന്നുമില്ല. സത്യം ചെയ്. അപ്പൊ നിങ്ങൾ ഇനിയും കുടിക്കില്ല. എന്റെ അപ്പച്ചനാണ്, എന്റെ അമ്മച്ചിയാണ്, നെയ്യാറ്റിങ്കരത്തെ കൊച്ചപ്പച്ചനാണ്. ഞാൻ ഇനി കുടിക്കില്ല. സത്യം. ഇതെന്റെ സത്യം. ഞാൻ കുടിക്കൂല. ഞാൻ കുടിക്കൂല. പിന്നെ ഞങ്ങൾക്ക് ആരുള്ള ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാരും കൂടെ ഇരുന്ന ഒരു സന്തോഷത്തിന് ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ സന്തോഷമല്ലേ? ഇനി കുടിക്കൂല. ഈ വാക്ക് ഞാൻ വിശ്വസിക്കുക. ഇനി നിങ്ങൾ പുറത്തു പോയിന്ന് ഞാൻ അറിഞ്ഞ പിന്നെ തങ്കത്തിനെ കാണൂല ഇവിടെ. പ്രോമിസ് ആണ്. ക്ലീറ്റസിന്റെ പ്രോമിസ്. തക്കളിയിൽ അവിടെ നിന്ന് വെച്ചത്. അവളൊക്കെ വളർന്നു പോയിട്ടോ. പെട്ടെന്ന് കാര്യം വന്ന് കുളിക്ക്. ഇല്ല, കുഴപ്പമില്ല. അതെ, ചോറുണ്ടോ? ചോറൊന്നുമില്ല. വാ കുളിക്കാദ്യം കുളിക്ക്. മീൻ കറി ചോറും കഴിച്ചിട്ട് ഞാൻ കുളിക്കും. കുളിക്കാദ്യം.